الحمد لله وحده والصلاة والسلام على من لا نبي بعده. صحيح ترغيب وترهيب كتاب الصلاة لا يرتفصل الترغيب في انتظار الصلاة بعد الصلاة. ഒരു നിസ്കാരത്തിന് ശേഷം അടുത്ത നിസ്കാരം പ്രതീക്ഷിച്ചിരിക്കുന്നതുമായി ബന്ധപ്പെട്ടിട്ടുള്ള അതിൻ്റെ ശ്രേഷ്ഠതയും അതിന് പ്രോത്സാഹനവും നൽകുന്ന ഹദീസുകൾ. عن أبي هريرة رضي الله عنه أن رسول الله صلى الله عليه وسلم قال: لا يزال أحدكم في صلاة ما دامت الصلاة تحبسه لا يمنعه أن ينقلب إلى أهله إلا الصلاة. لا يزال أحدكم في صلاة. നിങ്ങളിൽ ഒരാൾ നിസ്കാരത്തിലായിക്കൊണ്ട് തന്നെ ഇരിക്കുന്ന അവസ്ഥയിലാണ്. മാ ദാമത്തി സ്വലാത്തു തഹ്ബിസുഹു, അവനെ നിസ്കാരം തടഞ്ഞു വെക്കുന്ന അത്ര സമയവും. ലാ യംനഉഹു അൻ യൻഖലിബ ഇലാ അഹ്ലിഹി ഇല്ലാ സ്വലാ, അവനവന്റെ കുടുംബത്തിലേക്ക് തിരിച്ചു പോകുന്നതിനെ മടങ്ങുന്നതിനെ തടയുന്ന കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിസ്കാരം മാത്രമാണ്. അതായത് ഒരു ജമാഅത്തിന് പങ്കെടുത്ത് അടുത്തൊരു നിസ്കാരം കാത്തിരിക്കുക, അല്ലെങ്കിൽ നിസ്കാരത്തിനെ പ്രതീക്ഷിച്ചിട്ട് മസ്ജിദിലിരിക്കുക, അങ്ങനെയൊക്കെയുള്ളത് വളരെ ശ്രേഷ്ഠമായിട്ടുള്ള ഒരു കാര്യമാണ്. ഇവിടെ അവനെ നിസ്കാരം തടഞ്ഞു വെക്കുക എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അവൻ നിസ്കാരം കഴിഞ്ഞാൽ തിരിച്ചവൻ്റെ വീട്ടിലേക്ക് പോകാം, അവൻ്റെ കുടുംബത്തിലേക്ക് പോകാം, അല്ലെങ്കിൽ പിന്നെ വേറെ കാര്യങ്ങളിലേക്ക് പോകാം. പക്ഷെ അതിൽ നിന്നെല്ലാം അവനെ തടഞ്ഞു വെക്കുന്നത് അവൻ അടുത്ത നിസ്കാരം പ്രതീക്ഷിച്ചിരിക്കുന്നു എന്നത് നിസ്കാരമാണ്. അതുകൊണ്ടാണ് ആ നിസ്കാരം ആയിരിക്കുന്ന ആ സമയത്തോളം അവൻ നിസ്കാരത്തിൽ തന്നെയുള്ള അവസ്ഥയിലാണ് നിസ്കാരം പ്രതീക്ഷിക്കുന്ന ആ സമയം അത്രയും എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയാണ്. നിസ്കാരം പ്രതീക്ഷിച്ചിരിക്കുന്നത് ശ്രേഷ്ഠമായിട്ടുള്ള കാര്യമാണ്. ഇതേ ആശയത്തിലുള്ളതിന്റെ വേറെ ചില റിവായത്തുകൾ കൊടുക്കുന്നുണ്ട്. വേറെ റിവായത്തിൽ ഇന്ന അഹദകും ഫീ സ്വലാത്തിൻ മാ ദാമത്തി സ്വലാത്തു തഹ്ബിസുഹു വൽ മലായികതു തഖൂൽ അല്ലാഹുമ്മഗ്ഫിർ ലഹു അല്ലാഹുമ്മ അർഹംഹു മാ ലം യഖുൻ മിൻ മുസല്ല ഔ യുഹ്ദിസ്. അവൻ നിസ്കാരം തടയുന്ന അത്രയും അവൻ നിസ്കാരത്തിൽ തന്നെയാണ്. മലക്കുകൾ അവന് വേണ്ടി പറയും, നിസ്കാരം പ്രതീക്ഷിച്ചിരിക്കുന്ന ഒരാൾക്ക് വേണ്ടി പറയും, അല്ലാഹുമ്മ ഗ്ഫിർ ലഹു, അല്ലാഹു നീ അവന് പുറത്തു കൊടുക്കണമേ, അല്ലാഹുമ്മ അർഹംഹു നീ അവന് കാരുണ്യം ചെയ്യണമേ, മാ ലം യഖും മിൻ മുസല്ല, ഒരു നിസ്കാരം കഴിഞ്ഞ് അവനവന്റെ ആ നിസ്കരിച്ച സ്ഥലത്ത് നിന്ന് എഴുന്നേൽക്കുന്നത് വരെ മലക്കുകൾ അവർക്ക് വേണ്ടി ഇതുപോലെ ദുആ ചെയ്തുകൊണ്ടേയിരിക്കും. ഔ യുഹ്ദിസ്, അല്ലെങ്കിൽ യുഹ്ദിസ് എന്നുള്ള പദത്തിന് 3 അർത്ഥങ്ങളാണ് ഉലമാക്കൾ പറഞ്ഞിട്ടുള്ളത്. ഒന്നാമത്തേത് അവൻ എന്തെങ്കിലും ഒരു ബിദ്അത്ത് ചെയ്യുന്നത് വരെ, രണ്ടാമത്തേത് അവൻ എന്തെങ്കിലും മറ്റുള്ളവർക്ക് ഉപദ്രവം ഉണ്ടാക്കുന്ന കാര്യം ചെയ്യുന്നത് വരെ, മൂന്നാമത്തേത് പറഞ്ഞു അവന്റെ വുദു മുറിയുന്നത് വരെ. അതാണ് കൂടുതൽ ശരിയായി നമുക്ക് മനസ്സിലാകുന്നത്. അപ്പോൾ വുദു മുറിയുന്നത് വരെ നിസ്കാരത്തിന് ശേഷം നിസ്കരിച്ച സ്ഥലത്ത് തന്നെ ഇരിക്കുക എന്നുള്ളത് വേറൊരു ശർഈയായ കാരണമില്ലാതെ, വേറൊരു ഇൽമു നേടുന്നതിനോ അല്ലെങ്കിൽ ഖുർആനിന്റെ ഹൽക്കയിലേക്കോ അങ്ങനെ പോകുന്നത് നിയ്യത്തനുസരിച്ച് പ്രതിഫലം കിട്ടും. അതല്ലെങ്കിൽ അവൻ അതിൽ ഇരിക്കുന്നിടത്തോളം മലക്കുകൾ അവന് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കും. വേറെ റിവായത്തിൽ ലാ യസാലുൽ അബ്ദു ഫീ സ്വലാത്തിൻ മാ കാന ഫീ മുസല്ലാഹ് യൻതദിറു സ്വലാ, ഒരു നിസ്കാരത്തിന് ശേഷം അടുത്ത നിസ്കാരം പ്രതീക്ഷിച്ച് ആ നിസ്കരിച്ച സ്ഥലത്ത് തന്നെ ഇരിക്കുകയാണെങ്കിൽ അവൻ നിസ്കാരത്തിൽ തന്നെയാണ്. വൽ മലായികതു തഖൂൽ, മലക്കുകൾ പറഞ്ഞുകൊണ്ടിരിക്കും, അല്ലാഹുമ്മ ഗ്ഫിർ ലഹു അല്ലാഹുമ്മ അർഹംഹു ഹത്താ യൻസരിഫ ഔ യുഹ്ദിസ, മലക്കുകൾ അവന് വേണ്ടി ദുആ ചെയ്യും, കാരുണ്യത്തിനും പാപമോചനത്തിനും, അവൻ പിരിഞ്ഞു പോകുന്നത് വരെയും. ഔ യുഹ്ദിസ, അപ്പോൾ ചോദിച്ചു ഖീല വമാ യുഹ്ദിസ്, എന്താണ് യുഹ്ദിസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്? ഖാല യഫ്സു ഔ യദ്രിത്, കീഴ്വായി പോവുക എന്നുള്ളതാണ്. അഥവാ വുദു മുറിഞ്ഞിട്ടില്ലെങ്കിൽ അതുവരെ അവൻ നിസ്കാരത്തിൽ തന്നെ തുടരുന്ന അവസ്ഥയിലാണ് നിസ്കാരത്തിന് ശേഷം നിസ്കരിച്ച അതേ സ്ഥലത്ത് ഇരിക്കുക എന്നത്. മറ്റൊരു റിവായത്തിൽ ഇദാ സ്വല്ല അഹ്ദുക്കും സുമ്മ ജലസ ഫീ മുസല്ലാഹ്, ആരെങ്കിലും നിസ്കരിക്കുകയും നിസ്കാരത്തിന് ശേഷം നിസ്കരിച്ച സ്ഥലത്ത് തന്നെ തുടർന്നിരിക്കുകയുമാണ് എങ്കിൽ ലം തസ്ലിൽ മലായികതു തുസല്ലി അലൈഹി, മലക്കുകൾ അവന്റെ മേലെ സ്വലാത്ത് ചൊരിഞ്ഞുകൊണ്ടിരിക്കും. അല്ലാഹുമ്മ ഗ്ഫിർ ലഹു അല്ലാഹുമ്മ അർഹംഹു, അവരിങ്ങനെ പ്രാർത്ഥിക്കും. ഫൈൻ ഖാമ മിൻ മുസല്ല, ഇനി അവൻ നിസ്കരിച്ച സ്ഥലത്ത് നിന്ന് എഴുന്നേൽക്കുകയാണ്. ഫജലസ ഫിൽ മസ്ജിദി യൻതദിറു സ്വലാ, എന്നിട്ട് മസ്ജിദിന്റെ വേറെ ഏതെങ്കിലും സ്ഥലത്ത് നിസ്കാരം പ്രതീക്ഷിച്ചിരിക്കുകയാണ്. ലം യസൽ ഫീ സ്വലാത്തിൻ ഹത്താ യുസല്ലിയ, അവൻ നിസ്കരിക്കുന്നവരെ നിസ്കാരത്തിൽ തന്നെയാണ്. അവിടെ 2 വ്യത്യാസം പറഞ്ഞു. ഒന്ന്, നിസ്കരിച്ച സ്ഥലത്ത് തന്നെ ഇരിക്കുകയാണെങ്കിൽ മലക്കുകളുടെ പ്രാർത്ഥന ലഭിക്കും. നിസ്കരിച്ച സ്ഥലത്ത് നിന്ന് എഴുന്നേറ്റ് മസ്ജിദിന്റെ വേറെ ഭാഗത്തിരിക്കുകയാണെങ്കിലും അവൻ നിസ്കാരത്തിൽ തന്നെ തുടർന്ന അവസ്ഥയിലാണ്. പക്ഷെ മലക്കുകളുടെ പ്രാർത്ഥന പ്രത്യേകമായി ലഭിക്കുന്നത്
നിസ്കരിച്ച അതേ സ്ഥലത്ത് ഇരിക്കുമ്പോഴാണ്. അടുത്ത ഹദീസ് وعن أنس رضي الله عنه أن رسول الله صلى الله عليه وسلم أخر ليلة صلاة العشاء إلى شطر الليل. ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇശാ നിസ്കാരം രാത്രിയുടെ പകുതി വരെ വൈകിപ്പിക്കുകയുണ്ടായി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇമാമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇശാ നിസ്കാരത്തിന് എത്തിയത് രാത്രിയുടെ പകുതി എത്തുന്ന ആ സമയത്താണ്. ഇശാ ബാങ്ക് കൊടുത്തിട്ട് കുറേ നേരം കഴിഞ്ഞിട്ടാണ്. രണ്ട് കാര്യങ്ങൾ ഈ ഒരു വിഷയത്തിൽ നിന്ന് ഉലമാക്കൾ പറയാറുണ്ട്. ഒന്നാമത്തെ കാര്യം, ഒരു മസ്ജിദിൽ ഇമാം സ്ഥിരമായിട്ടുണ്ട് എങ്കിൽ അവിടെ ഇഖാമത്തിന്റെ അധികാരം എന്നുള്ളത് ഇമാമിനാണ്. ഇമാം പറഞ്ഞിട്ടാണ് അവിടെ ഇഖാമത്ത് കൊടുക്കേണ്ടത്. അപ്പോൾ ഇമാം വരുന്നതിനനുസരിച്ചിട്ടാണ് അവിടെ ഇഖാമത്ത് കൊടുക്കാനുള്ള അനുവാദം ഉണ്ടാവുക. ഇഖാമത്തിന്റെ അധികാരം ഇമാമിനുള്ളതാണ്. അപ്പോൾ ഒരിക്കലും ഇമാമില്ലാതെ ഇഖാമത്ത് കൊടുക്കുക എന്നുള്ളത്, ഒരു നിശ്ചിത ഇമാമുണ്ട് എങ്കിൽ അത് വളരെ തെറ്റാണ്. അങ്ങനെ ഒരു നിസ്കാരം നിശ്ചിത ഇമാം അവിടെ ഉണ്ട് എന്നിരിക്കെ ആ ഇമാം എത്താതെ ഇമാം കുറച്ച് വൈകി, അല്ലെങ്കിൽ ഒരുപാട് വൈകിയിട്ടില്ല, കുറച്ച് വൈകി, അവർ വേറൊരു ഇമാമിനെ വെച്ച് ജമാഅത്തായി നിസ്കരിക്കുക എങ്കിൽ ആ നിസ്കാരം തന്നെ ബാത്തിലാകുന്ന അവസ്ഥയാണ് ഉണ്ടാവുക. അപ്പോൾ നിശ്ചിത ഇമാം ഉണ്ടെങ്കിൽ ആ ഇമാം വന്നിട്ട് ഇമാമിന്റെ അനുവാദത്തിലാണ് ഇഖാമത്ത് കൊടുക്കേണ്ടത്. ഇവിടെ ഇമാമ് എന്ന നിലയ്ക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ത് ചെയ്തു? നിസ്കാരം ഇശാഇന്റെ നിസ്കാരം രാത്രിയുടെ പകുതി വരെ സമയം. രണ്ടാമത്തെ കാര്യം അതാണ്, ഇശാ നിസ്കാരത്തിന് രാത്രിയുടെ പകുതി വരെ സമയമുണ്ട് എന്നുള്ളതിന് ഈ ഹദീസ് തെളിവായി പറയാറുണ്ട്. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നിസ്കാരം ഒരു ദിവസം വൈകിപ്പിച്ചു. ثم أقبل بوجهه بعد ما صلى. എന്നിട്ട് നിസ്കാരത്തിന് ശേഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആളുകളോട് തിരിഞ്ഞു പറഞ്ഞു, فقال صلى الناس ورقدوا. പല ആളുകളും പല സ്ഥലങ്ങളിലും ആളുകൾ നിസ്കരിച്ച് അവർ പോയി കിടന്നുറങ്ങിയിട്ടുണ്ട്. അഥവാ നിസ്കാരം ഇശാഇന്റെ ആദ്യ സമയത്താണ് നിസ്കരിച്ച് പോയി കിടന്നുറങ്ങിയിട്ടുണ്ട്. വലം തസാലു ഫീ സലാത്തിൻ മുൻദു ഇൻതളർതുമുഹാ. എന്നിട്ട് ഈ ആളുകളോട് പറഞ്ഞു, നിങ്ങൾ നിസ്കാരത്തിൽ തന്നെ തുടരുന്ന അവസ്ഥയിലാണ്. ഇത്ര നേരം ഇവർ നിസ്കാരം പ്രതീക്ഷിച്ചിരുന്നല്ലോ, അപ്പോൾ ആ സമയം അത്രയും നിങ്ങൾ നിസ്കാരത്തിൽ തന്നെ ആയിരുന്ന അവസ്ഥയിലാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. അതായത് ഒരു നിസ്കാരത്തെ പ്രതീക്ഷിച്ചിരിക്കുക എന്നുള്ളത് വളരെ ശ്രേഷ്ഠതയുള്ള മഹത്തരമായിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പോൾ എത്രയാണോ കാത്തിരിക്കുന്നത് അത്രയും അവൻ നിസ്കാരത്തിൽ തന്നെ തുടരുന്ന അവസ്ഥയാണ് എന്ന്. മറ്റൊരു ഹദീസിൽ വഅൻ അനസ് റളിയല്ലാഹു അൻഹു അന്ന ഹാദിഹിൽ ആയ തതജാഫാ ജുനൂബുഹും അനിൽ മവാജിഅ നസലത് ഫി ഇന്തിളാരി الصلاة التي تدعى العتمة. ഈ ആയത്ത് സൂറത്തുൽ സജ്ദയിലെ കിടപ്പറയിൽ നിന്ന് അവരുടെ പാർശ്വങ്ങൾ ഉയരും, മാറി വരും എന്നുള്ള ഈ ആയത്ത്, തതജാഫാ ജുനൂബുഹും അനിൽ മവാജിഅ, ഈ ആയത്തിനെ ചില സഹാബികൾ വിശദീകരിച്ചത് നസലത് ഫി ഇന്തിളാരി الصلاة التي تدعى العتمة, ഇശാ നിസ്കാരത്തിന് വേണ്ടി കാത്തു നിൽക്കുന്നതിനാണ്. ഇപ്പോൾ മഗ്രിബിന് ശേഷം ഇശാ നിസ്കാരം ജമാഅത്ത് വൈകിട്ടാണ് നടക്കുന്നത് എങ്കിൽ ആ ഇശാ നിസ്കാരത്തിന് വേണ്ടി ആ സമയത്ത് മഗ്രിബ് മുതൽ ഇശാ വരെയുള്ള സമയം ഉറങ്ങാതെ അതിനു വേണ്ടി കാത്തിരിക്കുന്നതിനാണ് ഈ ആയത്ത് ഉദ്ദേശിച്ചിട്ടുള്ളത്. ചില പണ്ഡിതന്മാർ അത് രാത്രി നിസ്കാരവുമായി ബന്ധപ്പെട്ടാണ് പറഞ്ഞിട്ടുണ്ട്. എന്നാൽ ഇശായിന് വേണ്ടി കാത്തിരിക്കുന്നതാണ് എന്ന് അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു ഈ ആയത്തിന് വിശദീകരിച്ചുകൊണ്ട് പറയുകയാണ്. അപ്പോൾ നിസ്കാരത്തെ പ്രതീക്ഷിച്ചിരിക്കുക എന്നുള്ളത് നിസ്കരിക്കുന്നത് പോലെ തന്നെ ശ്രേഷ്ഠതയുള്ള ഒരു കാര്യമാണ്. നിസ്കാരത്തിന് മുമ്പ് കാത്തിരിക്കുന്നതും നിസ്കാരത്തിന് ശേഷം മുസല്ലയിൽ തന്നെ ഇരുന്ന് അടുത്തൊരു നിസ്കാരത്തെ പ്രതീക്ഷിക്കുന്നതും ഇതുപോലെ പ്രതിഫലമുള്ള കാര്യമാണ്. ഇൻഷാ അല്ലാഹ് ഇതിൽ വേറെ ഹദീസുകളുണ്ട്. ബറകല്ലാഹു ഫീക്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.